പൊന്നു മോനെ ഇതിന്റെ അപ്പുറത്തെ പ്രൊവക്കേഷൻ കണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. ഇതൊരു സീരിയലാണ്, പക്ഷെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നേ ഉള്ളൂ. നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും നോക്കണ്ട. കാരണം അവരെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റ് ബിസിനസ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. കോടികളാണ്, അതായത് ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ച് മാത്രം ബേസ് ചെയ്ത് പോകുന്നൊരു ഷോ ആണ് ഈ സാധനം. നമ്മളിനി എത്ര കുത്തിയിരുന്ന് കമന്റ് ഇട്ടാലും എത്രമാത്രം ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താലും എൻ്റെ ഫാക്ടർ കാശാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം എൻ്റെ 2 മക്കളുടെയും വരാനിരിക്കുന്ന കുറച്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസം സെറ്റായി എന്നൊരു പിതാവ് എന്നുള്ള നിലയിൽ എനിക്കൊരു ധാരണയുണ്ട്. 2 കിടന്ന് കട്ട വിലയായിരുന്നു CC, 10-15,000 രൂപ മാസം. അത് കംപ്ലീറ്റ്ലി നിന്നു, വീട് വയ്ക്കാൻ പറ്റി. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇമേജ് എന്നുള്ളത് മാറ്റി നിർത്തിയാലും ലൈഫ് സെറ്റ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോമായി. ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉള്ളൊരു ഷോ ആണ്. അതിനകത്ത് പങ്കെടുക്കുന്ന സകലമാന പേരുടെയും ഇമേജ് നെഗറ്റീവും. ആദ്യ സീസണിൽ സാബുചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റേ മാറാറുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടിയാണ് ഇത്രയും മാത്രം. എപ്പോഴും ഒരു സ്ത്രീ എന്ന എലമെന്റ് ഇതിനകത്ത് വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി അത് ആളിക്കത്തുന്നത്. അപ്പൊ ഇയാളാണ് ഇവിടുത്തെ സർവസ്വം എന്ന് ഇയാൾ വരുത്തി തീർക്കുകയും പതിയെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ്. അതായത് അവിടുത്തെ മുറിയൊക്കെ ഓഫ് റേറ്റ് ഒക്കെയാണ് പുള്ളി ഫാമിലിയോട്. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് അറ്റാക്ക് ലാലേട്ടന് വരുന്ന ഒരു സങ്കടകരമായ സാധനമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മമ്മൂക്ക എടുത്ത തീരുമാനം ശരിയാണെന്ന് ഒരു മുൻവിധിയോട് കൂടി ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ള രീതിയിലേക്ക് തോന്നുന്നു. കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കാൻ ഓയിസ്റ്റർ ഇവന്റ്സ്. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ ഇന്ന് കിടിലൻ ഫിറോസ്. നമസ്കാരം. നമസ്കാരം. ഈ കുറെ പേർക്ക് ഇൻട്രോ കൊടുത്ത് കിടിലനായിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ മുമ്പിൽ എടുത്തിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതിലെ ആ ഒരു സന്തോഷം ആദ്യം അറിയിച്ചോളട്ടെ. ഒരുപാട് സന്തോഷം. എന്നെ കാണാൻ പറ്റിയല്ലോ, എന്നെ കാണാൻ ഞാൻ കാത്തിരിക്കും. യെസ്. സോ ബിഗ് ബോസിൽ തുടങ്ങി അതിന്റെ 3ാം സീസണിൽ കണ്ട മുഖമാണ്, വ്യക്തിത്വമാണ്. അതെ, 6-ൽ എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്കുള്ള ഒരു പാൻഡമിക് കാലഘട്ടത്തിലും കൂടി ഫേസ് ചെയ്തിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു അല്ലെ 3ലേക്ക് എത്തി. ഞങ്ങളുടെ സീസൺ ആയിരുന്നു കറക്റ്റ് പാൻഡമിക് സീസൺ. അത് സീസൺ 2 വന്ന സമയത്തായിരുന്നല്ലോ ഇത് പൊട്ടി പുറപ്പെടുന്നത്. സീസൺ 3 വരുന്ന സമയത്താണ് കുറച്ചുകൂടി അങ്ങ് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മുടെ ഷോയും സീസൺ 2-ഉം ഈ പറഞ്ഞ പോലെ പകുതി വഴിയിൽ വെച്ച് നിർത്തുന്ന ഒരവസ്ഥ വന്നു. ഞങ്ങളത് 96ാമത്തെ ദിവസമാണ് നിർത്തുന്നത്. അതെ, നാട്ടിലെ ആളുകൾ ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളൊരു വീട്ടിനകത്ത് തന്നെയാണ്. വ്യൂവർഷിപ്പ് കൂടുതൽ. അതെ, ഏതാണ്ട് നിങ്ങൾക്കത് കാശുകാർ കൂടാനും പറ്റി. ഏതേ രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്തോട്ടുള്ള പുറലോകം അറിയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുടെ മറ്റൊരു വേർഷൻ കൂടിയായിരുന്നു അല്ലെ. കറക്റ്റ് ആയിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഈ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ സീസണിലുള്ളവർ ബാക്കി ആർക്കും ജോലിയില്ലായിരുന്ന സമയത്ത് മമ്മൂക്ക പോലും വീട്ടിലിരിക്കുകയാണ്. ആ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിൽ ഞങ്ങളെ പോലെ വളരെ കുറച്ച് പേര് ഭാഗ്യം ചെയ്തവരായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടിട്ട് സമയത്ത് ഭക്ഷണം, സമയത്ത് ഈ പറഞ്ഞതുപോലെ കാശും ഒക്കെ ആയിട്ട് മനോഹരമായ കാലമായിരുന്നു ആ സീസണിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച്. പുറത്തിറങ്ങിയ ശേഷം അല്ല. മാറിയോ ശരിക്കും? കാരണം അതുവരെയുള്ള ഒരു പ്രതിച്ഛായ അത്തരത്തില് ഇമേജ് കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആണോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ നാളിതുവരെയും അങ്ങനെ അതായത് ഇമേജ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. അയാളെ ബിൽഡ് ചെയ്യുന്നൊരു രീതി, അയാളുടെ ആക്ഷൻസിലുള്ളൊരു റിയാക്ഷൻ, സമൂഹം കൊടുക്കുന്നൊരു റിയാക്ഷനൊക്കെയാണ്. എന്നെ സംബന്ധിച്ച് വളരെ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടേതായിട്ടല്ലേ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പം ലാലേട്ടനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, ലാലേട്ടൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഇമേജ് ഒരു പക്ഷേ എനിക്കൊരു ഷാഡോ ഇമേജ് ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തുറക്ക സമയത്ത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ധിക്കാരിയായ, തന്റെ ഏടിയായ, അത്യാവശ്യം വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്ത അവനവന്റെ കാര്യം നോക്കുന്ന ഒരാളായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് എനിക്കതൊരു ഇമേജ് പ്രശ്നമായതായിട്ട് എനിക്ക് എന്തുകൊണ്ടോ ഫീൽ ചെയ്തില്ല. പക്ഷെ തിരിച്ചെന്റെ ലൈഫ് ഭയങ്കര സെറ്റായി. ഈ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 96 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഒരു 3 മാസവും കൂടെ കഴിഞ്ഞതിന്റെ ഫുൾ പേയ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പലതും നടന്നു. ചിലർ നമ്മൾ സൈലന്റ് ആവണം. നമ്മൾ അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് പിന്നെയും പ്രൊവോക്കിംഗ് ആകും എന്നുള്ളത് കൊണ്ട് പറയാത്ത. എന്നെ സംബന്ധിച്ച് പലരും അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ല. ആക്ച്വലി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം എൻ്റെ 2 മക്കളുടെയും വരാനിരിക്കുന്ന കുറച്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസം സെറ്റായി എന്നൊരു പിതാവ് എന്നുള്ള നിലയിൽ എനിക്കൊരു ധാരണയുണ്ട്. 2 കിടന്ന് കട്ട വിലയായിരുന്നു CC, 10-15,000 രൂപ മാസം. അത് കംപ്ലീറ്റ്ലി നിന്നു,
വീട് വയ്ക്കാൻ പറ്റി. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇമേജ് എന്നുള്ളത് മാറ്റി നിർത്തിയാലും ലൈഫ് സെറ്റ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ 96 ദിവസങ്ങളെന്നാണ് എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ നിന്ന് മിക്കവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ശരിക്കും അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴും അങ്ങനെ പോണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ സമയം എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ അത്യാവശ്യം ആലോചിച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് സീസൺ 2 മുതലേ ഈ പറഞ്ഞ പോലെ വിളിയുണ്ട്. ഓക്കെ. പക്ഷെ അന്ന് പോകാതിരുന്നത് ഈ പറഞ്ഞ അന്നും ഇമേജ് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട അങ്ങനെ ആലോചിച്ചോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നമ്മുടെ ഏഷ്യാനെറ്റിൽ നിന്നാണല്ലോ, എൻ്റെ തുടക്കം തന്നെ ഏഷ്യാനെറ്റിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു ഏകദേശ ധാരണയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സീസൺ 2 എന്നെ വിളിക്കുന്ന ആ ടൈമിൽ. അപ്പോൾ ആ സമയത്തതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു അവസരം വരട്ടെ എന്നതാണ് സത്യത്തിൽ ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷെ സീസൺ 3 വരുന്ന സമയത്ത് എനിക്ക് ഞാനുണ്ട് എന്നായതിനു ശേഷം പിന്നെ ഞാൻ അറിഞ്ഞതേ ഇല്ല ആരൊക്കെയുണ്ട്. പക്ഷെ സീസൺ 2 പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നമുക്ക് കോൾ വരുമല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇന്നയാളുണ്ടോ, അവരുണ്ടോ, ഇവരുണ്ടോ. അതുകൊണ്ട് ഒരുപാട് ആലോചിച്ചൊന്നുമില്ല സീസൺ 3 പോകാൻ. സീസൺ 2 പോകുന്നതിന് ഞാൻ നന്നായിട്ട് ആലോചിച്ചിരുന്നു, വേണ്ടാന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ 6 എത്തി നിൽക്കുകയാണ്. സീസൺ 6 എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ചർച്ചാ വിഷയങ്ങളിലും വിവാദങ്ങളിലും മുൻ വർഷങ്ങളിലെ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇപ്പോഴും കളത്തിൽ നിൽക്കുന്നത് അല്ലെ, പുറം ലോകത്ത് സംസാരങ്ങളിലും വിവാദങ്ങളിലും നിൽക്കുന്നത്. അതെ, അല്ല ആ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. ഇത് ശരിക്കും കണ്ടസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരെ കുറച്ചുകൂടി ലൈവായിട്ട് നിൽക്കാന്നതിന്റെ ആവശ്യകതയാണോ, അത് കുറച്ചുകൂടി പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്താണ് ഇതിൽ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ പൊതുസമൂഹത്തിനെ ഉദ്ധരിക്കാനൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സീസൺ 1 കഴിഞ്ഞിട്ട് സാബുചേട്ടൻ, അങ്ങനെയാണെങ്കിൽ സാബുചേട്ടൻ സീസൺ 1 കഴിയുന്നത് മുതൽ ഈ 6 വരെയും ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണ്ടേ. പുള്ളിയുടെ കാര്യം നോക്കി, പുള്ളിയുടെ ഇത് നമ്മൾ കരുതുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വരികയും നമ്മൾ അതുവഴി കയറി അങ്ങ് പോവുകയും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു മിഥ്യാധാരണയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉള്ളൊരു ഷോയാണ്. അതിനകത്ത് പങ്കെടുക്കുന്ന സകലമാന പേരുടെയും ഇമേജ് നെഗറ്റീവും. നമ്മൾ കരുതുന്ന പോലെ അത് ഈ നന്മമരത്തെ കണ്ടെത്താനുള്ളതല്ല. ഇവരൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ താരങ്ങളായിട്ടുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള അപ്രീഷിയേഷൻ കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്, നെഗറ്റീവായിട്ട് എതിർക്കുന്നവരും ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ ബിഗ് ബോസിൽ വരുമ്പോൾ പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരും കാണും, നെഗറ്റീവായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരും കാണും. ചിലർക്കത് കൂടുതലായിരിക്കും, പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്നവർ കൂടുതലായിരിക്കും, ചിലർക്ക് നെഗറ്റീവായിട്ട് അംഗീകരിക്കുന്നവർ കൂടുതലായിരിക്കും. രണ്ട് തന്നെയാണെങ്കിൽ ഇവർക്ക് ഒപ്പണൻസും ഉണ്ട്, അവരുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു സീസൺ കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ സമൂഹത്തിനെ ഉദ്ധരിക്കാനായിട്ട് ഇതുവരെയും ആരും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ലൈവിൽ നിൽക്കണമല്ലോ. അങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുന്നു എന്നുള്ളത് ബോധപൂർവ്വം അറിഞ്ഞിട്ടും പിന്നെ പോവാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ഈ പൈസ തന്നെയാണോ ഇതിന്റെ? അതല്ലാണ്ട് അതിനകത്ത് മറ്റത് ഈ രണ്ട് സാധനങ്ങളാണ് അതിനകത്ത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഇരുന്ന് ഷോ ചെയ്യുന്നത്, ഞാൻ ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ ജീവിച്ചത് ഒക്കെ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ പ്രശസ്തി എന്നത് നല്ല രീതിയിൽ പുറത്തു വരണം, കുപ്രസിദ്ധി അല്ലാത്ത പ്രസിദ്ധി. രണ്ട്, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഇടണം. ഇത് രണ്ടും എനിക്കൊരാൾ ഓഫർ ചെയ്യാണ്. എന്നാൽ ലോകപ്രശസ്തമായിട്ടുള്ളൊരു ഷോയിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഷോയിൽ, ലെജൻഡറി ആക്ടറായിട്ടുള്ള ഒരു ആങ്കർ ഉള്ളൊരു ഷോയിൽ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ കാശ് കിട്ടും, കാശ് ഈ പറയുന്നത് കിട്ടും. അത് ഈ പറയുന്ന പോലെ ഇടനിലക്കാർ അതിനകത്തുനിന്ന് ചെന്നായ്ക്കൾ ചോര കുടിക്കാൻ വരുമ്പോൾ ഈ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞുറപ്പിക്കുന്ന കാശിന് ഈ കയറിയാൽ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. എൻ്റെ ഡിമാൻഡിങ് അനുസരിച്ച്, എന്നെ മാർക്കറ്റ് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പോൾ റോഷൻ്റെ മാർക്കറ്റ് ലെറ്റ്സ് സേ പിന്നെ ഒരു TV ആങ്കറാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആങ്കറാണ്, ഒരു ദിവസം ഒരു 10,000 രൂപയൊക്കെ ബോത്തായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി 40,000 രൂപ ചോദിക്കാം. അവരൊരു 35,000 രൂപയിലോ 30,000 രൂപയിലോ ഒരു ദിവസം അത് കോട്ടയം 10 ദിവസമായപ്പോൾ എത്രയായി? 30,000 രൂപ ഒരു ദിവസമാണ് ഈ പോണ്ടെന്ന് പറയുമോ? ഇപ്പൊ ഈ പുറത്തിരുന്ന് കളി കാണുന്നവർ പറയുന്ന പോലെ അല്ല. അവനവന്റെ നിലയും വിലയും എങ്ങനെ വേണമെങ്കിലും ബാധിക്കട്ടെ, പൈസയാണ് വേണമെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അവനവന്റെ നിലയും വിലയും എന്നത് ആരുടെ പോയിന്റാണ്? ഈ അവനവന്റെ നിലയും വിലയും നമ്മൾ ചിന്തിക്കുന്നതാണോ അതോ മറ്റുള്ള ഏത് പോയിന്റ്? നമ്മുടെ ഇപ്പൊ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പോകുന്ന ഒരു കണ്ടസ്റ്റന്റും അവനവന്റെ നിലയും വിലയും മറന്നൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതല്ലേ. ഇവന്റെ വില ഇങ്ങനെയാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്, ഇന്നയാൾ ഇതുപോലെയാണ് എന്നുള്ള മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ലേ. ഇപ്പം ഈ സംസാരിക്കുന്ന എനിക്ക് അടുത്ത സീസണിലേക്ക് ഒരു കോൾ വരികയാണ്. എനിക്ക് നല്ല ഇമേജ് ഉണ്ട്, വീട്ടിൽ നല്ല മോനാണ്, അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. എനിക്ക് അവർ മാസം ഒരു ദിവസം ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ തരുന്നു. എനിക്ക് 3 മാത്രം വ്യൂവേഴ്സ് ആയിരുന്നു. മലയാളത്തിലെ ടോപ്പ് റേറ്റിംഗ് ഷോ ആയിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് അത്യാവശ്യം വഴക്ക് കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. ഈ വേണ്ടെന്ന് പറയുക. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്.
ഇപ്പൊ ഫിറോസ്കർ ചോദിക്കുമ്പോൾ ഫിറോസ്കർ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഇതിന് നെഗറ്റീവ് ഷെയ്ഡാണ് കിട്ടുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തുന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു മറു ചോദ്യം ചോദിച്ചത്. അത് വരുന്ന അറിഞ്ഞിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ മനെ. ഇപ്പൊ നമ്മൾ ഈ 6 സീസണെ മലയാളത്തിൽ കണ്ടുള്ളൂ എങ്കിലും 16ഉം 17ഉം സീസൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ കണ്ടു. അതിനു മുമ്പ് എത്രയോ നാൾ മുതൽ ബിഗ് ബ്രദർ പോലെയുള്ള ഹോളിവുഡ് ഷോസ് ഉണ്ട്. അപ്പോൾ ഈ ഷോസിൽ ഒന്നിലും തന്നെ പോസിറ്റീവ് ഇല്ല. ഇതിന്റെ ഔട്ട്കം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ മണി മേക്ക് ചെയ്യുന്നത്? അല്ലെ ലാലേട്ടൻ 18 കോടി രൂപയോ 19 കോടി രൂപയോ ഒക്കെ കിട്ടുന്നു എന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, നമ്മളതിന്റെ രേഖകൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ലാലേട്ടന് നെഗറ്റീവ് വരുന്നില്ലേ? എന്തുകൊണ്ട്? ഇതിന്റെ എൻഡ് ഫാക്ടർ എന്താണ്? നമ്മളിനി എത്ര കുത്തിയിരുന്ന് കമന്റ് ഇട്ടാലും എത്രമാത്രം ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താലും എൻഡ് ഫാക്ടർ കാശാണ്. കാശ് കിട്ടുന്ന, പ്രശസ്തി കിട്ടുന്ന ഒരിടത്തേക്ക് ഒരാൾ പോവും. അതെങ്ങനെ മേക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോൾ നല്ലൊരു മനുഷ്യനാണെന്ന് വെച്ചോളൂ, നമ്മൾ ഭയങ്കര നല്ല മനുഷ്യനാണ്, ബിഗ് ബോസിൽ പോയി അതേ ഇമേജിൽ പുറത്തിറങ്ങുന്നതാണ് എന്നിറങ്ങില്ല. ശരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇതിനൊപ്പം തന്നെ പല ലക്ഷ്യങ്ങളുള്ള ആളുകളായിരിക്കാം. ഫിറോസ്ക് ഇപ്പോൾ അവിടെ പോകുന്നതിന് അതിന് മുമ്പേ ചാരിറ്റി കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, കുറെ കൂടി ഫണ്ട് സമാഹരിക്കാൻ ഉപകാരപ്പെടുന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലവരത് മൂവി ഫോക്കസ് ചെയ്തായിരിക്കാം, മറ്റു കരിയർ ബിൽഡ് ചെയ്ത്. എവിടേക്കോ ബിഗ് ബോസിൽ അങ്ങനെ കണ്ട് ഇതിന് ശേഷം ഇത് നഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത്തരം അവസരങ്ങൾക്ക് കൂടി അത് തടസ്സമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടി ഇല്ല. ശരിക്കും നമ്മുടെ വിൽ പവർ പോലെ ചെയ്യും. ഇപ്പം ഞാൻ എന്തിന് പോയോ അത് ചെയ്തു. അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തൊന്നും ഞാനത് പറഞ്ഞിരുന്നില്ല. അതായത് എനിക്കൊരു ഒരു ചാരിറ്റി ആക്ച്വലി അത് ചാരിറ്റി അല്ല, എനിക്കെന്തെങ്കിലും ചെയ്യണം, ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു ടേം. അപ്പോൾ എനിക്ക് സമൂഹം തരുന്നതിന് നമ്മൾ തിരികെ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതായത് ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഫണ്ട് ഞാൻ മേടിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കലാണല്ലോ ചാരിറ്റി. ആ പരിപാടി എനിക്കില്ല, അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെ അതുണ്ടാവുകയില്ല. നമ്മുടെ ഒരു ഭാഗം, ഞാൻ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യപ്പെടുന്ന, അർഹതപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. ഞാനതിലെത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സായി. സായിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ. അസാധ്യമായിട്ട് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കതിന് ഭയങ്കര റെസ്പെക്റ്റുമാണ് അവനോട്. പക്ഷെ അവനത് എത്താനായില്ല. എത്തിയേക്കും ഭാവിയിൽ, നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവനത് എത്തിയേക്കും. അതുകൊണ്ട് നമ്മൾ എന്തിന് പോകുന്നു, അല്ലെ നമ്മുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിട്ട് ബിഗ് ബോസ് വരും എന്നെനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ കുറെ കൂടെ ശ്രദ്ധിക്കല്ലേ, നമ്മളിതിങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ, നമ്മൾ ഇന്നതാണ് നമ്മുടെ ആഗ്രഹം എന്നിങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ. ഇപ്പം സായിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, സായിയെ ശ്രദ്ധിച്ച ഒരുപാട് സിനിമാക്കാർ കണ്ടേക്കാം, തക്കതായിട്ടുള്ളൊരു വേഷത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവില്ല ഇതുവരെ. ആ സമയമാകുമ്പം വിളിച്ചേക്കാം. എന്നാൽ തിരികെ ഇപ്പം മണിയുടെ കാര്യം പറയുകയാണ്. മണി അത്യാവശ്യത്തിലേറെ സിനിമകളൊക്കെ ചെയ്ത് വളരെ പോപ്പുലറായിട്ട് നിന്ന ആളാണ്. നോബി ഒരുപാട് സിനിമകൾ ചെയ്ത് നിന്ന ആളാണ്. അവർക്കൊന്നും അവരുടെ അവസരങ്ങൾ നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ഒരാളുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്ന സ്റ്റേറ്റ്മെന്റിനോട് അവരത്രത്തോളം സജീവമായിട്ട് നിന്നിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഷാജി ചേട്ടനാണെങ്കിലും കുറെ പേര്. പക്ഷെ അവരെവിടെ ഇന്ന് ഇഷ്ടംപോലെ പടം ചെയ്യണം. അതാണ് നമ്മളെപ്പോഴും നമ്മൾ കാണേണ്ടത് മാത്രം കാണുന്നു എന്നുള്ളതാണ്. മണിയെ ഒരുപാട് പേര് ചോദ്യം ചെയ്ത് കണ്ടു. ഇതിന് മുമ്പത്തെ എൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ മണിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അങ്ങനെയല്ല, പുള്ളിക്ക് ഇപ്പോൾ പടമില്ല എന്ന്. അങ്ങനെയല്ല, മണിക്ക് പടമുണ്ട്. മണിയുടെ ഒരു ഭയങ്കര പോപ്പുലറായ സിനിമകളുടെ ഭാഗമാകുന്ന ഒരു ശീലത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി സെലക്റ്റീവായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടി സെലക്റ്റീവായി അവൻ ലീഡ് ചെയ്യുന്ന സിനിമകൾ അവൻ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എന്തോ ഒരു പുതിയ പടത്തിൻ്റെ, ഞാൻ 2 ദിവസം മുമ്പ് ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയപ്പോൾ ഫ്രണ്ടിൽ എന്തോ മുത്തപ്പൻ എന്നെന്തോ പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ പോസ്റ്ററാണ് കണ്ടത്. അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവന് പടം ഉണ്ടാകരുത് എന്നുള്ളതാണെങ്കിൽ പടമില്ല. ഈ സീസൺ 6 എത്തുമ്പോൾ ഇത്രയധികം സംഘാടകർക്കെതിരെ മത്സരാർത്ഥികൾ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? മുൻപ് സംസാരിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ പറഞ്ഞല്ലേ, അന്ന് എൻ്റെ ഇമേജ് എനിക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എൻ്റെ ആ സമയത്തെ ഒരു വിഷമം തീർക്കുന്നതായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല. ആദ്യ സീസണിൽ സാബുചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റേ മാറാറുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടിയാണ് ഇത്രയും മാത്രം. എപ്പോഴും ഒരു സ്ത്രീ എന്ന എലമെന്റ് ഇതിനകത്ത് വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി അത് ആളിക്കത്തുന്നത്. ഇത്രയും നാൾ അങ്ങനെ ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും ആർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് കഴിഞ്ഞു പോയ എല്ലാ സീസണുകളിലെയും എല്ലാ മത്സരാർത്ഥികളുമായിട്ടും ഒരു നല്ല ബന്ധമുണ്ട്. ഒരു ഭയങ്കര അടുത്ത ബന്ധമല്ല, പക്ഷെ എല്ലാവരുമായിട്ടും നമുക്കൊരു നല്ല ബന്ധമുണ്ട്. ഇതിൽ പലരും നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയത്, അല്ലെ പോയിട്ട് വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവരാരും തന്നെ അത്തരത്തിലൊരു ഇത് പറഞ്ഞിട്ടില്ല. നമ്മുടെ സീസണിനകത്താണെങ്കിൽ അത്യാവശ്യം എല്ലാ പെൺകുട്ടികളുമായിട്ടും സ്ത്രീകളുമായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഭാഗ്യേച്ചിയിൽ തുടങ്ങി സൂര്യ വരെ നീളുന്ന എല്ലാവരുമായിട്ടും വളരെ പേഴ്സണലി ഉള്ള അടുപ്പമുണ്ട് ഇപ്പോഴും. അത് ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടായ ഡിംപിളുമായിട്ടാണെങ്കിൽ കൂടി എനിക്ക് ആ ബന്ധമുണ്ട്. ഇവരാരും തന്നെ അത്തരക്കാരല്ല. അത് നമുക്ക് സെൻസില്ല. നമ്മൾ ഇത്ര 10-40 വർഷം ജീവിച്ചില്ലേ, നമുക്ക് അറിയില്ലേ ഒരാൾ. ഏത് തരത്തിലായിരുന്നു ഷോയ്ക്കെതിരെ സംസാരിച്ചത്? എനിക്ക് തോന്നുന്നത് ഇതിന്റെ മെയിൻ സംഘാടകരായിരിക്കണമെന്ന് തോന്നുന്നില്ല മോനെ. ഇതിന്റെ
ഇപ്പം ഒരു ലെവലുണ്ടല്ലോ. ഇപ്പോൾ ടോപ്പ് ലെവലിലായിട്ടുള്ളൊരു സംഘാടക ടീമുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീമുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഒരു എക്സിക്യൂഷൻ ടീമുണ്ട്, അതിൻ്റെ താഴെ അടുത്തൊരു ക്യാമറ ടീം പോലെ, അങ്ങനെ ഒരു ഈ ലെവലുകളിലെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത് മറ്റേ നമ്മൾ പറയുമ്പോൾ സംഘാടകർ എന്ന് പറയുമെങ്കിലും ഈ ക്രൂവിലുള്ള ഒരാളായിരിക്കും. ഇപ്പം എൻ്റെ അനുഭവത്തിൽ അത്തരത്തിലൊരാൾ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ തീർന്നു. ആ ഇടപെടൽ എന്ത് തരത്തിലായിരുന്നു? അതായത് നമ്മൾ അവിടെ നിൽക്കുകയാണല്ലോ, അപ്പം നമ്മുടെ ഫോൺ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ടെൻഷനാവും. ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആരുടെ നമ്പറെങ്കിലും തപ്പിയെടുക്കുക, എന്നിട്ട് അവരെ വിളിക്കുക എന്നുള്ളതായിരിക്കും. മെയിൻ സംഘാടകരുടെ നമ്പർ കിട്ടത്തില്ല, കിട്ടുന്ന സംഘാടകരെ ആയിരിക്കും ഇവർ വിളിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് അത്തരത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഇതായപ്പോൾ ഇവർക്ക് എന്നെ ഇങ്ങനെ വിട്ടാൽ മതിയതായി. അവർക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒരു സ്ക്രിപ്റ്റഡ് ബേസിൽ പോവാണ്. പിന്നെ കാരണം 10-20-25 വർഷം കൂടെ ജീവിക്കുന്ന ഒരാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ അല്ലല്ലോ 90 ദിവസത്തെ ഒരു ഷോയ്ക്കകത്തൂടെ കാണിക്കപ്പെടുന്നത്. അപ്പോൾ അത് പതിയെ ഡൈവേർട്ടായി. ഈ കോണ്ടാക്ട് ചെയ്യപ്പെട്ട ആൾ, അയാളുടെ ഒരു കുടുംബമുണ്ട്, അയാൾ എന്നോട് വന്ന് ഈ വിഷയത്തിൽ ക്ഷമ പറയുകയും അയാളുടെ കുടുംബം നശിച്ചു പോകുന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത്. പക്ഷേ മിക്കവർക്കും അറിയാം, അതിൻ്റെ സംഘടകർക്ക് അറിയാം, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളാണ് ഇവിടുത്തെ സർവസ്വം എന്ന് ഇയാൾ വരുത്തി തീർക്കുകയും പതിയെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ്. അതായത് അവിടുത്തെ മുറിയൊക്കെ ഓഫർ റേറ്റൊക്കെയാണ് പുള്ളി ഫാമിലിയോട്. അപ്പൊ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സാധ്യത വന്നേക്കാം എന്നത് നമ്മൾ പോകുന്നതിന് മുമ്പേ മുൻകൂട്ടി നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഈ കോൾ റെക്കോർഡ് ആയിരുന്നു. ഒരു വട്ടം ചാറ്റ് ചെയ്ത് നോക്കി, നടക്കോ ഇല്ലയോ എന്നുള്ളത്. ചൂണ്ടയായിരുന്നു അത് സ്ക്രീൻഷോട്ടഡ് ആയിരുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ പുള്ളി ഇങ്ങനെ പറയാണ്, അടുത്ത ആഴ്ച നിങ്ങളുടെ ഈ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ ആക്കാം, കുറച്ചുകൂടി നല്ല ഇമേജ് തരാം. പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളും സഹകരിക്കണം. ഈ സംഗതികളെല്ലാം എന്റെ കയ്യിലുണ്ട്. ആ റെക്കോർഡ് മാത്രമല്ല, എന്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. നമ്മൾ നിയമപരമായി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടുള്ള തെളിവ് വേണമല്ലോ. ഒരു കോംപ്രമൈസിന് ആ മനുഷ്യ ഇയാളെ ഞാൻ അന്ന് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഞാനിത് അറിയുന്ന ഉടനെ തന്നെ പുള്ളിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ആ സമയത്ത് എങ്ങനെയാണോ തീർക്കേണ്ടത് അത് ആ രീതിയിൽ തീർക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് ഈ പറഞ്ഞ പോലെ ലിറ്ററലി സംസാരിച്ചത് ഒരു കുഞ്ഞും കൂടി ഉണ്ട്, ഒരു കുടുംബമുണ്ട്, എനിക്ക് അബദ്ധം പറ്റിയതാണ്. എന്റെ കുടുംബത്തിനെ അത് ബാധിച്ചിരുന്നെങ്കിൽ അയാളുടെ കുടുംബത്തിനെ ഞാൻ പരിഗണിക്കില്ലായിരുന്നു. എന്റെ കുടുംബം അത് ബുദ്ധിപരമായിട്ട് നേരിട്ടു. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ തന്നെ. ഇതെല്ലാവരിലേക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും ചർച്ച ചെയ്തിരുന്നോ ബാക്കി ഇത് കഴിഞ്ഞ നോബിക്ക് അറിയാവുന്ന കാര്യമാണ്, റംസാൻ അറിയാവുന്ന. അല്ല, അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ എനിക്കുണ്ടായ അനുഭവം ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീമിലെ മറ്റൊരാളോടും തന്നെ അത്തരത്തിലൊരു അപ്രോച്ച് ഉണ്ടായതായിട്ട് എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുണ്ടായിട്ടുണ്ടാകുമോ എന്ന് ഊഹിക്കേണ്ട കാര്യവുമില്ല. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിനെ ഞാൻ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫർദർ അയാളുടെ ജോലി അന്നത്തോടെ പോയി. ഈ സംഭവം ഞാൻ അറിയുന്ന ആ ദിവസത്തിന് ശേഷം, ആ സീസണിന് ശേഷം ഇയാൾ ബിഗ് ബോസിൽ വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എൻ്റെ സ്റ്റാറ്റസ് കയറി നോക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട്. നിയമം എന്തായി ഏതായി എന്നുള്ളതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന രീതികൾ പോട്ടെ. പക്ഷെ അതിൽ ഏഷ്യാനെറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ള സാധനം നേരിട്ട് ഇപ്പൊ അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാർ നേരിട്ട് കിട്ടിയതല്ല, ആ സഹമത്സരത്തിൽ അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞ് അവർക്ക് കൂടി വേണ്ടി സംസാരിച്ചായിരുന്നു. ഫിറോസ് ഖാനെ സംബന്ധിച്ച് നേരിട്ട് ഈ അനുഭവം കിട്ടിയ ഒരാളാണ്. അന്ന് ഇത് തുറന്നു പറഞ്ഞ് ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് വരുന്ന സീസണുകളിൽ ഇത്തരം അപ്രോച്ചുകൾ ഇല്ലാതാവുമായിരുന്നില്ല. ഇല്ല മോനെ, എന്നെ സംബന്ധിച്ച് അങ്ങനല്ല ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ നേരിടേണ്ട ജീവിതത്തിലെ കാര്യങ്ങൾ ഈ നേരിടേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് ഞാനും അതാണ്. അന്നെ ഞാനാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ ഈ തിരിച്ച് എന്നോടാണ് തീർക്കേണ്ടത്. അതിനൊരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ കക്ഷി അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവരെയും ചെയ്യുമായിരിക്കാം. ഞാൻ പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ചെയ്യുമായിരിക്കാം. അതെല്ലാവരും ചെയ്യുന്നേ. ഇത്തരത്തിലുള്ള സിനിമ പോലെയുള്ളൊരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഉള്ളൊരു മേഖല, അല്ലെങ്കിൽ സിനിമാ മേഖല, TV മേഖല, അവിടെ നിന്നൊക്കെ ഇത്തരം അപ്രോച്ചുകൾ ഉണ്ടാകുമല്ലോ. അത് സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാം. അതിനൊരു അവയർനെസ് ക്യാമ്പയിൻ വേണ്ട. അതെങ്ങനെയാകണം, അതെങ്ങനെ ടേക്ക് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിനെ അതിനകത്തേക്ക് വലിച്ചെടുക്കുക, എനിക്കറിയാവുന്നത് പോലെ തന്നെ എൻ്റെ ഫാമിലി ഞാൻ കുറച്ച് കൂടുതലായിട്ട് പിന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മറ്റെന്തിനേക്കാൾ വലുത് ദൃശ്യത്തിലെ ജോർജ് അതെ, എനിക്ക് അവരെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഇൻഫോം ചെയ്തത് പോലും ഇങ്ങനൊരു കേസ് നടപ്പുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. അതായത് അത്തരത്തിലൊരു അപ്രോച്ച് ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ പലപ്പോഴും അപ്രോച്ച് ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഫാമിലി വലിച്ചഴിച്ച് അവരുടെ പേരുകൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കൂടി വേണ്ടിയായിരിക്കില്ലേ ചിലപ്പോൾ പലരും സൈലന്റ് ആവുന്നുണ്ടാവും. ഇപ്പോൾ മാരാർ പറഞ്ഞൊരു വിഷയത്തിൽ നേരിട്ട് കിട്ടിയതല്ലെങ്കിൽ പോലും ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്
ശരിയാണെന്നാണോ എനിക്കത് വിശ്വസിക്കുന്നത്? ശരിയാണെന്ന് തോന്നുന്നില്ല. ശരിയായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് ഫീൽ അതായത് മാരാർ ഉദ്ദേശിച്ച സെൻസിലായില്ല അത് ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. മാരാറിനെ എനിക്ക് മനസ്സിലാക്കാനായതനുസരിച്ച് ഇപ്പോൾ ഈ ഷോയ്ക്ക് പുറത്തും എനിക്ക് മാരാരുമായിട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതികളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി വളരെ ഓപ്പണായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അയാളുടേതായിട്ടുള്ളൊരു ശൈലിയിൽ സംസാരിച്ചതാവാം, അത് ജനറലൈസ് ആയിപ്പോയി. പുള്ളി അത് തിരുത്താനുള്ളൊരു അവസരത്തിൽ തിരുത്തിയില്ല എന്നുള്ളതിൽ മാത്രമേ എനിക്ക് അതിനകത്ത് കൺസേൺ തോന്നിയിട്ടുള്ളൂ. പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയണമായിരുന്നു. പുള്ളി ചിലപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നും അല്ലായിരിക്കും ഉദ്ദേശിച്ചത്. പുള്ളി ആരെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്തതും ആയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാശും കൊച്ചുണ്ടായി, അത് ഉണ്ടായി, ഇതുണ്ടായി എന്ന് പറയുന്ന പോലെ പുള്ളി ജനറലായിട്ട് പറഞ്ഞായിരിക്കും. പക്ഷെ അത് സമൂഹത്തിനോട് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് ഈ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടത് പറയുന്നില്ല. ഞാനത് പറയണമെങ്കിൽ ഞാൻ അയാളുടെ പേര് പറയണം, ഇന്നയാൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിലെന്ന് പറയണം. ഞാൻ നിയമപരമായി അയാളെ നേരിടേണ്ട നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാനത് വലിച്ചിട്ടൂടാ. അതാണല്ലോ എൻ്റെ പൗരധർമ്മം. അത് നിയമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അതിലൊരു തീരുമാനമാകുമ്പോൾ ഇന്നയാളായിരുന്നു അതിലെനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അദ്ദേഹം ചിലപ്പോൾ അത് പർപ്പസ്ഫുള്ളി പറഞ്ഞതായിരിക്കില്ല. ഇത്രയും മാത്രം ആണ് മാരാരോട് പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഈ അനുഭവം ഞാൻ തുറന്നു പറഞ്ഞാൽ ഇത്രയൊക്കെ പക്ഷേ ശ്രദ്ധ കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് മാരാരോട് പറഞ്ഞ വ്യക്തി പറയുന്നത് എനിക്ക് ഇപ്പൊ അനുഭവങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു, മലയാളിട്ടിരുന്നു. അപ്പൊ അതിൽ വ്യക്തമാക്കി പറയുന്നത് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എത്രത്തോളം റീച്ച് കിട്ടില്ല. അപ്പൊ മാരോട് സംസാരിച്ചു, മാരാർ ഈ വിഷയത്തെ കിട്ടിയെന്നുള്ളത് അല്ലല്ല, സിബിന്റെ വിഷയം ആക്ച്വലി മെഡിസിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് എവിടേക്ക് ഒരു വ്യക്തമായിട്ട് സംസാരിക്കും. ഇപ്പോൾ അഖിൽമാരാർ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് വരും, അല്ലെങ്കിൽ ഈ ചാനലിലെ അതിന്റെ ആളുകളാണെങ്കിലും സംഘാടകരാണെങ്കിലും എതിർത്തരും, കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ബാധിക്കുമ്പോൾ ശരിക്കും അത് നോക്കാതെ ചെയ്യുമ്പോൾ എവിടേക്കോ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് ഒരു പ്രാധാന്യം ഇല്ലേ? ഇല്ലാന്ന് തന്നെയാണോ തോന്നുന്നത്? എനിക്കതിൽ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് കുറേയേറെ നാളുകളിലേക്കുള്ളൊരു ചർച്ചാ വിഷയം എന്തിനപ്പുറം ഇതിനെന്തെങ്കിലും ഔട്ട് വരാനുണ്ടോ? ഇതിലെന്തെങ്കിലും സംഭവിക്കും? അപ്രോച്ചുകൾ ഇല്ലാതെ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രോച്ച് വരില്ലേ? ഒന്നുമില്ല. മാരാർക്ക് ഇനിയും പറയാനുള്ള മാരാർ ഇനിയും പറയും. റോബിന് ഇനിയും വന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ റോബിന് ഇനിയും പറയും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ സാമൂഹിക വ്യവസ്ഥ, നമ്മുടെ ഒരു മീഡിയ കൾച്ചർ നിലവിൽ ഇപ്പോൾ അങ്ങനെയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടാകണം, അപ്പം ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് വെച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇന്ന് രാവിലെ നമ്മളിവിടെ കൂടി? എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷം എന്നെ കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഈ ചാനൽ ഉണ്ടായിട്ട് ഇത്രയും നാൾ എൻ്റെ അടുത്ത് വന്നൊരു ഇൻ്റർവ്യൂ എടുത്തില്ല? എന്തുകൊണ്ട്? സംഗതി ഈസിയാണ്. മാരാരത് പറഞ്ഞു, അതിനകത്ത് എനിക്ക് മറുപടി പറയാനുണ്ടാകും. അപ്പൊ ഈ വിഷയം കുറച്ചുകൂടി വലുതാകും. ആൾക്കാർക്ക് വേണ്ട അതല്ലേ മോനെ? എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിഗ് ബോസ് ഇറങ്ങുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെ കുറെ കൂടി മതിയായിട്ട് സംസാരിക്കാൻ പറ്റിയ ബിഗ് ബോസിൽ അകത്തുണ്ടായിരുന്നവർക്ക് തന്നെയാണ്. പുറമെ നിന്ന് കാണുന്നവർക്ക് പലപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് ആണോ എഡിറ്റഡ് ആണോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ശരിയായ വശം അറിയില്ല. ഇതിപ്പോ ഇത്രയും ചർച്ചയാവുന്നത് മര സംസാരിക്കുന്നതിനൊപ്പം തന്നെ സെബിനുള്ളിലുള്ള വിഷയം പറയുന്നു, ശോഭ സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ മത്സരാർത്ഥികൾ തന്നെയാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഇതിന്റെ വലതും ഇടതും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഫിറോസ്കോയിലെ എത്തുന്നതിനും റീസൺ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ഇന്റൻസിറ്റി മറ്റൊന്നും നമ്മളെ, അതായത് ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായി, അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അതിന് 3 വർഷം എടുത്തു? അതായത് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്താൽ എന്നിൽ നിന്നൊരു ഹോട്ട് ടോപ്പിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി സാധനമോ കിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സിമ്പിൾ ഉത്തരം. ഈ വന്നാൽ എന്ത് സംസാരിക്കും? ഇക്കാക്ക് എന്താ ഇഷ്ടം? എനിക്ക് ഇതാണ് ഇഷ്ടം. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സംസാരിച്ചിരിക്കുമെന്നല്ലാണ്ട് ഞാനായിട്ട് അതിലൊരാളെ കുറ്റപ്പെടുത്തിയെന്ന് വരില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് വന്നിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഒരു പക്ഷേ എങ്കിൽ അന്ന് ആ സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേണ്ടി വന്നിരുന്നില്ല. പക്ഷെ ഞാനത് ആഗ്രഹിച്ചില്ല കേട്ടോ. അതായത് ആ സമയത്ത് ഒരാൾ വരണം, എന്നെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം, അങ്ങനെ എനിക്ക് എന്തിനാണ്? എൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൃത്യം. അതായത് എന്നെ കുറിച്ച് ഞാൻ പൊക്കി പറയുന്നത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. മാരാര പറഞ്ഞതിനകത്തേക്ക് യോജിക്കാൻ പറ്റായിക, അദ്ദേഹത്തിന് ഒരു തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ തിരുത്താമായിരുന്നു. ക്ലാരിറ്റി അത് കഴിഞ്ഞിട്ട് കൊടുത്തിരുന്നു. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല, പിന്നെ വിക്ടിമിന്റെ പേര് പറയാൻ അവകാശമില്ല, നിയമം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത്. ശരിയായിരിക്കും കേട്ടോ. ഞാനും അതേ അവസ്ഥയിലാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പോകുമ്പോൾ അത് അനുവദിക്കുന്നില്ല. പിന്നെ അത് പറയുന്നില്ല, കാരണം ഇത്തരത്തിലും അപ്രോച്ചുകൾ ഇനി വരുന്നവർക്ക് ഉണ്ടാവരുത്. പിന്നെ ഇത് ചെയ്ത് സംഭവിച്ചവർ ഇരകളാണ് എന്ന് പറയുന്നില്ല. കാരണം പക്ഷെ ഇതിന് അപ്രോച്ചുകൾ ഉണ്ടായിട്ട് ഇതിന് സമ്മതം മൂളാത്തവർക്ക് ഈ അവസരങ്ങൾ കൂടി നിഷേധിക്കുന്നു. അപ്പൊ അത്തരത്തില് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരോ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത്രയും കോളുകൾ വരുന്നവർക്കോ ഇതൊരു തടസ്സമായി മാറരുത് എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത് ഇതേപോലെ ഹോട്ട് സീറ്റിൽ എടുത്ത് പറഞ്ഞായിരുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള മനുഷ്യരെയാണ് ഇവർ വിളിക്കുന്നത്. ഓരോരുത്തരും ഇപ്പൊ നാളെ എൻ്റെ മക്കൾ ഒരു 3 വർഷം 4 വർഷം കൂടെ കഴിഞ്ഞാൽ അവർ 18 വയസ്സാവുക.
അവർക്ക് ലെറ്റ്സ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നു എന്ന് വെച്ചോളൂ, അത് മോശമായിട്ടുള്ള അപ്രോച്ചാണോ അല്ലയോ എന്നുള്ളത് അവർ മാത്രമായിരിക്കില്ലല്ലോ. ഒരു ഫാമിലി ടോട്ടൽ. ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ പാപ്പയായിട്ട് ആലോചിച്ചു, എനിക്ക് ആ പ്രായത്തിലും വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ആലോചിച്ചു, അമ്മയുമായിട്ട് ആലോചിച്ചു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഒരു തീരുമാനം എടുത്തത്. അപ്പം ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് ഈ പറഞ്ഞ എല്ലാവർക്കും അങ്ങനെ അച്ഛനും അമ്മയായിട്ട് ആലോചിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ആലോചിക്കാൻ പറ്റാതെ വരുന്നവർ സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഇത് മോശമായിട്ടൊരാൾ നമ്മളെ അപ്രോച്ച് ചെയ്താൽ അതിനെ തിരിച്ച് മോശമായിട്ട് തന്നെ നേരിടാൻ പറ്റുന്നവരാണ് എല്ലാവരും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തിരിച്ചു മോശമായി നേരിടുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് ഈ അവസരങ്ങൾ ഇല്ലാതെയാണ്. ചിലവരുടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രശ്നം പറയുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള അപ്രോച്ചുകൾക്ക് താരതമ്യേന കൂടുകയല്ലേ ചെയ്യുള്ളൂ. കാരണം ഈ അവസരത്തിനെ നിന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റാത്തവര്, ഇതിന് സമ്മതമുള്ളാത്തവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് നമ്മൾ കണ്ടസ്റ്റന്റ് ആയിട്ടോ അല്ലെ ഭാവിയിൽ പങ്കെടുക്കാനിരിക്കുന്ന മനുഷ്യരോ അല്ലല്ലോ ശ്രദ്ധിക്കേണ്ടേ. അത്തരം അപ്രോച്ച് ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ അവിടുന്ന് മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ അതാണ് കേന്ദ്രങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രസ്താവനകൾ ഉന്നയിക്കുന്നത് ഗുണം ചെയ്യില്ലേ? ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അതായത് നമ്മൾ ഈ പ്രസ്താവന ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് പകരം ആക്ഷൻ എടുത്താൽ മതിയല്ലോ. ഇപ്പം നമ്മളിതിപ്പോൾ ഈ ഇന്ന ആള് ഇങ്ങനെ പെരുമാറി എന്നത് ഞാൻ വിളിച്ച് നാട്ടുകാരോട് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇയാൾ ഇങ്ങനെ പെരുമാറി, അവന് കിട്ടേണ്ട, അവൻ അർഹതയ്ക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് അവന് കിട്ടി. അന്ന് ഞാൻ പുറത്തിറങ്ങിയ ദിവസം തന്നെ അത് പിന്നെ വേറൊരു ചാനൽ പറഞ്ഞപ്പോൾ ഒരു ബീപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ അവനെതിരെ നിയമപരമായിട്ട് നീങ്ങി. അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ വായോ നമുക്ക് പറയാം ഇന്നയാളാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ചാനൽ അധികാരിയോട് ആദ്യമായി സംസാരിച്ചു, അതിനുശേഷം അതിനൊരു മാറ്റം ഉണ്ടാവാതെയോ അതിനെതിരെ ഒരു പ്രതികരണം വരാതെപ്പോഴാണ് ഇത് പൊതുസമൂഹത്തോട് പറഞ്ഞത്. നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും നോക്കണ്ട. കാരണം അവരെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റ് ബിസിനസ് ആയിട്ടുള്ള ഒരു ഷോയാണ്. കോടികളാണ്. അതായത് ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ച് മാത്രം ബേസ് ചെയ്ത് പോകുന്നൊരു ഷോയാണ് ഈ സാധനം. അവർക്ക് പരമാവധി ഇമോഷൻസ് ഇതിനകത്ത് ഉണ്ടാവണം, അനുബന്ധം. നിങ്ങൾ കരുതുന്നത് ഈ സീസൺ എന്ന് മുതലാണ് ടോപ്പിലേക്ക് പോയത്? ഇപ്പോഴത്തെ സീസൺ 6 അത്യാവശ്യം നല്ല മോശമായി തീരെയും റീച്ചില്ല നിൽക്കുന്ന സമയത്താണ് സിബിൻ പുറത്തു വന്നത്. സിബിൻ പുറത്തായപ്പോഴാണ് സിബിൻ പുറത്തായ ദിവസം ഞാനും നോബയും കൂടെ അവനെ കോൺ കോളിട്ട് വിളിച്ചിരുന്നു. ഞങ്ങൾ പിന്നെ ഓൺലൈനിലൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വിളിച്ച് അവനോട് പറയാനുള്ളത് പറഞ്ഞു. നന്നായിട്ട് കളിച്ചു, ഇങ്ങനെ അത് ഈ മരുന്നിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. രാത്രിയിലാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ നോബിയാണ് എന്നെയും കൂടെ വിളിച്ച് കണക്ട് ചെയ്യുന്നത്. അവന് ഈ മരുന്ന് കൊടുത്ത കാര്യം ഞങ്ങളോട് പറഞ്ഞു, പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അവനോട് ഈ പറഞ്ഞ പോലെ ആശ്വസിപ്പിച്ചു, നീ വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ കോൾ വന്നേക്കാം, അഥവാ വന്നില്ലേ നമുക്ക് നോക്കി ചെയ്യാം. ഇതേ കാര്യം തന്നെ അവൻ മാരാരോട് സംസാരിച്ചിട്ടുണ്ടാവും. മാരാർ അതിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ലൈവിൽ സംസാരിച്ചു. അത് മുതലാണ് ഈ ഷോ മാറുന്നത്. ശ്രദ്ധിച്ചു, അത് പുറത്തെ ചർച്ച. ഏഷ്യാനെറ്റിന് എപ്പോഴും വേണ്ടത് പുറത്തെ ചർച്ചയാണ്. ഇത്രയൊക്കെ ഇതിനുള്ളിലെ കളികൾ അല്ലെങ്കിൽ പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എവിടെയൊക്കെയോ ഇപ്പോഴും എനിക്കൊന്നും പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇത്രയും തുറന്നു പറച്ചിലുകളും സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ സീസൺ 6 നിൽക്കുമ്പോൾ ഇനി അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഇത് മാറ്റങ്ങൾ സംഭവിക്കും, ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കോ ബിഗ് ബോസിന് വരുന്ന? അല്ല, എനിക്ക് എങ്ങനെ വിലയിരുത്തുന്നു ഇത്തവണത്തെ ഇത്രയും ചർച്ചകൾ നടന്നുകൊണ്ട് അടുത്ത സീസൺ സൂപ്പർ ആയിരിക്കും, നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പേടിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ കേട്ടിട്ടുണ്ട്. വരും വർഷത്തെ കണ്ടസ്റ്റൻസിന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അടുത്ത വർഷത്തെ കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിടിയോ വരാനിരിക്കുന്ന പിന്നെ ഒരു വർഷമൊക്കെ എടുക്കുമല്ലോ ഇതിന്റെ സംഗതി. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കുള്ള പേടി മാറും. മാത്രമല്ല സംഘാടകരും കുറച്ചുകൂടി ശ്രദ്ധിക്കും. അപ്പൊ ഞങ്ങൾ പരമോന്നത കോടതിയൊന്നുമല്ല, ഞങ്ങൾ തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള സംഗതികളൊക്കെ. ഇതിനകത്തൊക്കെ എല്ലാവരും നിയമം പഠിച്ച മനുഷ്യരാണല്ലോ, നിയമം പഠിക്കുന്നുണ്ടല്ലോ, ഒരാൾക്കെതിരെ എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ അടുത്ത സീസൺ എൻ്റെ ഒരു ഇതനുസരിച്ച് കുറച്ചുകൂടി നല്ല കണ്ടസ്റ്റൻസിനെ ഇവർ പിക്കുകയും ഈ വർഷം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടം പോലും പറയേണ്ടി വന്നു ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് മോശമാണെന്നുള്ളത്. അത് കണ്ടസ്റ്റൻസ് മോശമായിട്ടല്ല, കണ്ടസ്റ്റൻസ് സെലക്ഷൻ മോശമായതിന്റെയാണ്. നമുക്ക് കണ്ടസ്റ്റൻസിനെ മോശം പറയാൻ എങ്ങനെ പറ്റും? അവർ പോകാൻ തയ്യാറായത് മോശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഘാടകരല്ലേ വിരൽ ചൂണ്ടുന്നത്. അതിന്റെ സംഘാടകരുടെ ശ്രമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്ന് വെച്ചാൽ ഇവർ ശ്രമിച്ചിട്ടുണ്ടാകൂടാ, പോയിട്ടുണ്ടാകും, പോണ്ട. പിന്നെ കാശ് ഇത്തവണയും കഴിഞ്ഞ തവണയൊക്കെ കാശ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് കൊടുത്തത്. കൂടുതലാണ് കൊടുത്തത്. എന്നിട്ട് പോലും ആള് കുറവെന്ന് പറയുകയാണെങ്കിൽ അത്രയും മാത്രം ആ ഷോ അവരിലത് അടുത്ത സീസൺ മാറുമായിരിക്കണം. അടുത്ത സീസൺ കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കണം. ഇത്തരം ചർച്ചകൾ, ഇത്രയും പിന്നെ പേരുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ അടുത്ത സീസണെ കുറച്ചുകൂടി മനോഹരമാക്കുമായിരിക്കണം. പ്ലസ് പ്രേക്ഷകന്മാർ, ഇതിൽ ഏറ്റവും വലിയ പ്ലസ് അതാണ്. ഇതൊരു ഉഡായിപ്പ് ഷോ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു ഉഡായിപ്പ് ഷോ ആണ്. അങ്ങനല്ല മോനെ. അതായത് ഈ ഷോ ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ ശരിക്കും അങ്ങനെയാവില്ലേ? നമ്മൾ ഒരു സീരിയൽ എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്ത സീരിയലിലേക്കുള്ള എപ്പിസോഡിന്റെ സംഗതിയെ കുറിച്ച് ഒരു പ്രൊമോ ഉണ്ടാവും.
ആ പ്രൊമോയ്ക്കകത്ത് വിശ്വംഭരൻ സുമതിയെ വഞ്ചിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അവിടെ വരുന്ന ഫിക്ഷൻ അല്ലേ? ഇതൊരു ഫിക്ഷനാണ്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു സീരിയലാണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് വിളമ്പണേ, സെർവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം ഒറിജിനൽ ഷോയാണ്, ഇതൊരു റിയൽ സംഭവമാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, പ്രീ പ്ലാൻഡ് അല്ല, സ്ക്രിപ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കാണ്. അതെ, കറക്റ്റാ. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ്, ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോകുന്നൊരു ഷോ അല്ല. അതിന് കൃത്യമായിട്ടൊരു ടീമുണ്ട്, ആ ടീമിന് ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും, ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഉള്ളൊരു ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും. സോഷ്യൽ മീഡിയയിലാണ് ഇതിൻ്റെ പ്രധാന ഐറ്റം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അയാളെ അവരവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇനി ആരെ നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരാൾ ജയിക്കും. 75ാമത്തെ ദിവസം പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ 2ാമത്തെ ആഴ്ച പറഞ്ഞു വിടും. ഇതെല്ലാം ഈ ഓരോ സീസണും എടുത്ത് നോക്കിയോ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതതിന്റെ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇതൊരു സീരിയലാണ്, പക്ഷെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നേ ഉള്ളൂ. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ എവിടേക്കോ ഇതിനൊരു സൂചന ഇൻഡയറക്ട് വേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സൂചനകൾ കണ്ടസ്റ്റൻസിന് കിട്ടുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നി. പ്രത്യേകമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടാക്ടിക്കാ. ലാലേട്ടൻ്റെ നമുക്കത് പിടിക്കാൻ പറ്റില്ല. ലാലേട്ടൻ അങ്ങനെ ഒരാൾക്കൊരു സൂചന കൊടുക്കണം, അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ലാലേട്ടൻ രസം ഇപ്പം ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയില്ല. ഈ പറഞ്ഞ എനിക്ക് ലാലേട്ടൻ എപ്പോഴും അവിടെ ഇങ്ങനെ പോയി കിടക്കോ എന്നെൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചല്ലോ. ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയില്ല. അത് പുറത്ത് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നു എന്നൊരു ഇമേജ് വരികയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ലാലേട്ടൻ എപ്പിസോഡ് മുഴുവൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ലാലേട്ടൻ എപ്പിസോഡ് കാണുന്നു വിശ്വസിക്കുകയാണെങ്കിൽ ഒരാൾ പൊട്ടനായിരിക്കണം. ലാലേട്ടൻ എപ്പിസോഡ് മുഴുവൻ ഇരുന്ന് കാണില്ല. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എപ്പിസോഡ് അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൽ അവൻ ചോദിക്കുന്നുണ്ടാവുക. പലപ്പോഴും പല രീതിയിലേക്ക് സംസാരിക്കേണ്ടി വരുന്നത് ആ മത്സരാർത്ഥി എങ്ങനെ കളിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാതെയാവും അല്ലെ? അങ്ങനെയല്ല. ലാലേട്ടൻ്റെ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. ലാലേട്ടന് പിഴക്കില്ല. അതിനുള്ള കാരണം ലാലേട്ടൻ സ്വാഭാവികമായിട്ടും ബറോസൊക്കെ പോലുള്ള ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ഇത് ഇറങ്ങുന്നുണ്ട്. പുള്ളി അതിന്റെ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇത് കാണാൻ പറ്റില്ല. പുള്ളി കാണേണ്ട കൃത്യമായ ഷോട്ട്സ് പുള്ളിക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്, പുള്ളി അത് കാണുന്നുണ്ട്. പ്രധാന ഇൻസിഡൻസ്, ഇതിന്റെ ഒരു ഗതിവിഗതി, ഇതൊന്നും അല്ലാണ്ട് പുള്ളിയുടേതായിട്ടുള്ളൊരു ടീം, അതായത് പുള്ളിക്ക് ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ടീം എൻഡമോൾ ഷൈൻ ഇന്ത്യയുടെ താമസ സ്ഥലത്തുണ്ട്, ഈ സ്റ്റുഡിയോയിലുണ്ട്. ലാലേട്ടൻ ഇവരുമായിട്ട് ഡെയിലി ഡിസ്കഷനുണ്ട്. അദ്ദേഹം കുത്തിയിരുന്ന് TV കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ അവയർനെസ് പുള്ളിക്ക് വളരെ കാര്യമായിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നവരും ഡമ്മി മാത്രമായിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്, അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര ടാക്ടിക്കലാണ്. പുള്ളിക്ക് നോവാതെ സംസാരിക്കാൻ അറിയാം. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ടത് ഞങ്ങളുടെ സീസണിൽ ഫിറോസിന് ആ ഒരു വിഷയം ഉണ്ടാകുന്ന മറ്റേ അത് പിന്നെ എത്ര പറഞ്ഞിട്ടും ഇവനത് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ കുറെ കൂടെ അധികം കാണാൻ പറ്റി ലാലേട്ടൻ ദേഷ്യം. ഒരു അവസരത്തിൽ വരെ കമന്റിൽ വന്നു തുടങ്ങി ഈ സീസണിലെ കപ്പ് ലാലേട്ടൻ കൊണ്ടുവന്ന് വരെ അതെ, ആരോ എഡിറ്റ് ചെയ്ത ലാലേട്ടനെ പുറത്താക്കിയിരിക്കുന്നത് ബിഗ് ബോസ് സൗണ്ടിൽ വന്നു. ആ മനുഷ്യൻ ഭയങ്കര പാവാണ്. മനുഷ്യൻ ഭയങ്കര പാവാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. പുള്ളി വഴക്ക് പറയുമ്പോഴും നമ്മൾ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ ഒരു വിസ്മയത്തിനെ കാണുന്ന പോലെ നോക്കി നിൽക്കും ലാലേട്ടനെ. പക്ഷെ എൻ്റെ പേഴ്സണൽ സജഷനിൽ അത് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് വരുന്നത്, ദോഷം ആകുന്നത് നമുക്കും സങ്കടമാണ്. ലാലേട്ടനെ ദോഷം ചെയ്യില്ല, ലാലേട്ടനെ ബാധിക്കുക പോലും ഇല്ല, രോമത്തിൽ പോലും തൊടില്ല. പക്ഷെ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഈ ഷോ തുടങ്ങിയതിന് ശേഷം അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഇത്രയും മാത്രം. മുമ്പ് ആ ഒടിയന്റെ സമയത്തും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് അറ്റാക്ക് ലാലേട്ടന് വരുന്ന ഒരു സങ്കടകരമായ സാധനമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മമ്മൂക്ക എടുത്ത തീരുമാനം ശരിയാണെന്ന് ഒരു മുൻവിധിയോട് കൂടി ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഈ ഇപ്പൊ മൂവിയിൽ നിൽക്കുമ്പോഴും ഈ ഫെയിമിൽ നിൽക്കുമ്പോഴും ഒരു പക്ഷേ ഈ മുൻവിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മമ്മൂക്കയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലെ ഇപ്പൊ ഭയങ്കര അല്ലെ ഇമേജ് കോൺഷ്യസ് ആണ്, അതുകൊണ്ടാണ് കൂടി പോവാതെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ശരിക്കും? അല്ല, മമ്മൂക്ക ഇമേജ് കോൺഷ്യസ് ആണ്. മമ്മൂക്ക വേറെ ലെവലാണല്ലോ. മമ്മൂക്ക എന്ന് പറയുന്നത് അത് നമുക്ക് വിവക്ഷിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം ചെയ്യില്ല എന്ന് പറയുകയല്ല, ചെയ്യില്ല. എന്തുകൊണ്ട് ഈ ഇത്രയും വർഷം, ഇത്രമേൽ വർഷങ്ങൾ ആ മനുഷ്യൻ പളുങ്കുപോലൊരു വ്യക്തിത്വമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നു. ഏതെങ്കിലും ഒരു ചെറിയ കളങ്കം ആ മനുഷ്യനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പുള്ളിയുടെ ഇമേജിനെ ബാധിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താൽ പുള്ളി അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചത് കോടികളാണെന്ന് വെച്ചോളൂ. ENF ഉത്തരം പറഞ്ഞില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇത്രയും പ്രസക്തമായിട്ട് വന്നില്ല. പക്ഷെ ഇതൊന്നും അവരെ വന്നാലും ബാധിക്കില്ല. എന്നാലും വന്നില്ലല്ലോ. പുള്ളിക്കത് ഭയങ്കര സങ്കടമാണ്. പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും ഒക്കെ പറയുന്നത്
അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും ഈ 2 ഫേസുകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവണോ, അതോ എവിടെയൊക്കെയോ അവനവന്റെ വ്യക്തിത്വത്തിനെ കേടുപാട് പറ്റാതെ കുറച്ച് സേഫ് സോൺ കളിച്ചു പോകണോ? ഇത് ഏത് നിലപാടിലാ? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഒരു ഇതിനും എൻ്റെത് വ്യത്യസ്തമായിരിക്കുമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ളവരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നതായിരിക്കും കുറച്ചൊരു നല്ലത്.